മക്കളെ, ഞാൻ നിങ്ങളുടെ കാവ്യ മിസ്. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ മുമ്പത്തെ കുറെ വീഡിയോസിലായിട്ട് നമ്മൾ ഓരോരോ ഡിഫറെൻറ്റ്, ആദ്യം എന്താ കാര്യങ്ങളൊക്കെ കണ്ടു. ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് റിയാക്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് റിയാക്ഷൻസ് നമ്മൾ കണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത്? ഓർമ്മയുണ്ടല്ലോ അല്ലെ? ആദ്യം തെർമൽ ക്രാക്കിംഗ് കണ്ടു, കമ്പഷൻ കണ്ടു. ഞാനിപ്പോൾ ഓർഡറിലല്ല പറയുന്നത്. തെർമൽ ക്രാക്കിംഗ് കണ്ടു, അതുപോലെ തന്നെ കമ്പഷൻ കണ്ടു, അഡീഷൻ റിയാക്ഷൻ കണ്ടു, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കണ്ടു, ആൻഡ് പോളിമറൈസേഷൻ. വളരെ എളുപ്പമുള്ളതാണ്. അത്രയും കണ്ടു. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഓഫ് കോഴ്സ് അവിടെ വെച്ച് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പല കെമിക്കൽ റിയാക്ഷൻ, നമുക്ക് ഓരോ കെമിക്കൽസും എല്ലാ ഇൻഡസ്ട്രിയിലും നമ്മളുടെ കെമിസ്ട്രി അപ്ലൈ ചെയ്യണം. ഞാൻ പറഞ്ഞായിരുന്നു, ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ഈ ചുറ്റുമുള്ളതൊക്കെ കാണുന്നത് എല്ലാത്തും കെമിസ്ട്രി ഉണ്ട്. അതായത് റിയൽ ലൈഫിൽ എപ്പോഴും കെമിസ്ട്രി, അതായത് നമ്മളുടെ ഈ നിലനിൽപ്പ് തന്നെ ഒരു ആറ്റം, അതായത് കെമിസ്ട്രി ആണ് ഒരു ആറ്റം. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മൈന്യൂട്ട് പാർട്ടിക്കിൾ അല്ലേ? അപ്പോൾ ഒരു ആറ്റം ഇല്ലെങ്കിൽ നമ്മൾ ചുറ്റും നമ്മുടെ ഈ ലോകം തന്നെ ഇല്ല. അതായത് ഈ ലോകത്തുള്ള എല്ലാ മാറ്റേഴ്സും ഉണ്ടായിരിക്കുന്നത് ആറ്റംസ് കൂടി മോളിക്യൂൾസ് ആയിട്ട്, മോളിക്യൂൾസ് ഇത് കോമ്പൗണ്ട് ആയിട്ട് അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ മൊത്തം തന്നെ ഇതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രീസിൽ, അതായത് നമ്മൾ എന്ത് ടൈപ്പ് ഇൻഡസ്ട്രി ആവട്ടെ, എല്ലാ ഇൻഡസ്ട്രിയും, മെഡിസിനിലാവട്ടെ, അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി ആവട്ടെ, പെട്രോളിയം ഇൻഡസ്ട്രി ആവട്ടെ, എന്ത് ടൈപ്പ് ഇൻഡസ്ട്രീസിലാണെങ്കിലും കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രീസിലൊക്കെ ഓരോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ, അതിപ്പോൾ കെമിക്കൽ തന്നെ ആവണമെന്നില്ല, എന്ത് സാധനമാണ്, മെറ്റാലിക് ഇൻഡസ്ട്രീസ് ആവട്ടെ, എന്താണെങ്കിലും അവിടെ ചിലപ്പോൾ ക്ലീൻ ചെയ്യാനാവും, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സെർട്ടൈൻ കെമിക്കൽസ് യൂസ് ചെയ്യണം. അതായത് കെമിക്കൽസ്, ഞാൻ പറഞ്ഞു വന്നത് കെമിക്കൽസ് ഉണ്ടാക്കേണ്ട ഇൻഡസ്ട്രി ആവണമെന്ന് നിർബന്ധമില്ല. അതായത് ചില ഇൻഡസ്ട്രീസ് ഉണ്ട് നമ്മളുടെ കെമിക്കലായിട്ടുള്ള, അതായത് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന, ആസിഡ്സ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന, ഡ്രഗ്സ് ഉണ്ടാക്കുന്ന ഒക്കെ ഇൻഡസ്ട്രി ഉണ്ട്. പക്ഷെ അതല്ലാതെ നമ്മുടെ ഇപ്പോൾ കഴിക്കുന്ന നമ്മുടെ ഫുഡ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടയറില്ലേ, കാറിൻ്റെ ടയർ, അതിനൊക്കെ യൂസ് ചെയ്യുന്ന ആ വസ്തുക്കളിൽ പോലും, ആ വസ്തുക്കളുടെ പല പ്രൊഡക്ഷൻ സ്റ്റെപ്പിലും നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കെമിക്കൽ വാഷിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മളുടെ കെമിക്കൽ വാഷിംഗ് എന്ന് പറയുന്ന സംഭവം ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അതായത് ഇൻഡസ്ട്രിയിൽ എപ്പോഴും ഫൈനൽ, നമ്മളുടെ ആ മാനുഫാക്ചറിങ് സ്റ്റെപ്പിൻ്റെ ഫൈനൽ എന്ന് പറയുന്നത് എപ്പോഴും കെമിക്കൽ വാഷിംഗ് ആണ്. ഈ കെമിക്കൽ വാഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പേരിൽ തന്നെയുണ്ട്, കെമിക്കൽ യൂസ് ചെയ്ത് വാഷ് ചെയ്യാന്ന്. അവിടെയൊക്കെ നമുക്ക് സെർട്ടൈൻ ആയിട്ടുള്ള കെമിക്കൽസ് ആവശ്യം വരും. കാരണം എല്ലാ ഇൻഡസ്ട്രീസ് ഉണ്ടാകുന്ന തന്നെ എന്താ? ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് കെമിക്കൽ വാഷിംഗ് എന്ന് പറഞ്ഞാൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് അവിടെ ആവശ്യമാണ്. അതില്ലാത്തൊരു ഇൻഡസ്ട്രി ഉണ്ടാവില്ലല്ലോ. പ്രൊഡക്റ്റ് വാഷ് ചെയ്യാണ്ട് നമുക്ക് മാർക്കറ്റിംഗ് ടീമിലേക്ക് കൈമാറാൻ പറ്റില്ല. അപ്പോൾ കെമിക്കൽ വാഷിംഗ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഉണ്ട്. ഇനിയിപ്പോൾ ചില പ്രൊസീജിയേഴ്സ്, അതായത് ചില ഈ പറയുന്ന DNA ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോയത്, അതായത് നിങ്ങൾക്ക് ചില സിനിമേഴ്സിലൊക്കെ കണ്ടു കാണും, കേസുകൾ അന്വേഷിക്കുമ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അവർ വന്നിട്ട് ചില സ്പെസിമെൻസ് ഒക്കെ അനാലിസ് ചെയ്യുമ്പോൾ അവർക്ക് ഇത് ക്ലിയർ ആയിട്ട് കിട്ടാൻ, അല്ലെങ്കിൽ എവിഡൻസ് കിട്ടാനൊക്കെ കെമിക്കൽ വാഷിംഗ് ചെയ്യും. പിന്നെ ചില എവിഡൻസ് നശിപ്പിക്കാനും കെമിക്കൽ വാഷിംഗ് നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ അങ്ങനെ കെമിക്കൽ വാഷിങ്ങിലും പോവാത്ത ചില വസ്തുക്കളുണ്ട്. പക്ഷെ ഒരു എവിഡൻസ് പൂർണ്ണമായും നശിപ്പിക്കാൻ വരെ കെമിക്കൽ വാഷിങ്ങിലൂടെയാണ്, അതായത് അത്രയും ക്ലിയർ ആക്കുന്നത്. നശിപ്പിക്കുക എന്ന് ഉദ്ദേശിച്ചാൽ അതിൻ്റെ അടുത്തുള്ള ഇപ്പോൾ നമ്മൾ ഹാർപ്പിക്കിൻ്റെ ഒക്കെ പരസ്യം കാണും അല്ലേ? 99% ബാക്ടീരിയനെ ഒഴിവാക്കുന്നു. ഹാർപ്പിക് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ അത് കെമിക്കൽ വാഷിംഗ് യൂസ് ചെയ്തിട്ടാണ് അത് അത്രയും ക്ലിയർ ആക്കുന്നത്. എന്നാലും പോകാത്ത ചില വസ്തുക്കളുണ്ട്. അങ്ങോട്ടേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മളുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കെമിക്കൽസ് ഉണ്ട്. ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള കെമിക്കൽസ്. ആൻഡ് ഈ കെമിക്കൽസ് അതും ബൾക്കായിട്ട് നമ്മൾ അതായത് ഇൻഡസ്ട്രി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ കെമിക്കൽസ്
വൻ ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കെമിക്കൽസും ഇൻഡസ്ട്രിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ആദ്യം ഇൻഡസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ അത് പ്രിപ്പയർ ചെയ്യുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസസും കാണും. ഇത്രയേ ഉള്ളൂ ഈ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം യൂസ് ചെയ്യുന്നതാണ് മെത്തനോൾ എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ഫോർമുല? മെത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3OH അല്ലേ? ഈ OH ഗ്രൂപ്പ്, ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് വരുന്നതൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ്. ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് വരുന്നതൊക്കെ നിങ്ങളുടെ ആൽക്കഹോൾ ഗ്രൂപ്പ്സ് ആണ്. സോ CH3 എന്ന് പറഞ്ഞാൽ മെത്ത്, ഒരു കാർബൺ ഉള്ളൂ. അപ്പം മെത്ത് എന്ന് പറഞ്ഞാൽ CH3. അപ്പം മെത്തനോൾ ആണ് ഈ പറയുന്ന CH3OH എന്ന് പറയുന്നത്. OH ആണ് ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് എത്തനോൾ. എത്തനോൾ എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് യൂസസ് വരുന്ന സാധനമാണ്. പിന്നെ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് CH3CH2OH. CH3CH2OH ആണ് എത്തനോളിൻ്റെ, ഇത് ബ്രാക്കറ്റ് ആട്ടോ, എത്തനോളിൻ്റെ. അത് ഞാൻ ഒന്നോടെ ഒന്ന് എഴുതാം വൃത്തിക്ക്. CH3CH2OH ഇതാണ് നമ്മുടെ എത്തനോളിൻ്റെ ഫോർമുല. ഇനി അടുത്തതാണ് എത്തനോയിക് ആസിഡ്. ഫങ്ഷണൽ ഗ്രൂപ്പിൽ COH വന്നിട്ടുണ്ടോ അതെല്ലാം ഒരു ആസിഡ്സ് ആണ്. ഇതാണ് ഒരു കാർബൺ ചെയിനകത്ത് കാർബോക്സിലിക് ആസിഡ് ആണ് ഈ പറയുന്ന എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത്. അതായത് എന്താണ് കാർബോക്സിലിക് ഗ്രൂപ്പ്? COH ഗ്രൂപ്പ് കൂടുന്നതാണ് കാർബോക്സിലിക് ഗ്രൂപ്പ്. നമ്മളുടെ ഒരു കാർബൺ ചെയിനകത്ത് COH ഗ്രൂപ്പ് വരുന്ന എല്ലാം തന്നെ നിങ്ങളുടെ ആസിഡ് ആയിരിക്കും. അപ്പോൾ എത്തനോയിക് ആസിഡ്, എത്തെന്ന് പറയുന്ന പേര് കേട്ടാൽ തന്നെ അറിയണം ഇവിടെ 2 കാർബൺ ഉണ്ട്. അപ്പോൾ അതും CH3CH2COOH ഇതാണ് എത്തനോയിക് ആസിഡ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് നമ്മുടെ എസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു 2 ഇതുപോലത്തെ 2 കോമ്പൗണ്ട്സ്, നമ്മുടെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാർ കൂടി, ഞാനിപ്പോൾ പറയുന്നില്ല അവരാരൊക്കെയാണ്, സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, അവർ രണ്ടുപേരും കൂടെ ക്ലബ് ചെയ്ത് ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ആക്ച്വലി എസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതൊരു അരോമാറ്റിക് സംഭവമാണ് എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അരോമാറ്റിക് സ്ട്രക്ചർ എന്നല്ല ഉദ്ദേശിച്ച് ഭയങ്കര സ്മെല്ലുണ്ട്. അതായത് ഈ S3 ഗ്രൂപ്പ് നിങ്ങൾക്ക് +2 നിങ്ങൾ സയൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +2ൻ്റെ പ്രാക്ടിക്കൽ ലാബ് കാണും. നല്ല രസകരമാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ചില സോൾട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടാവും, ഏത് ഗ്രൂപ്പിൽ പെടുന്ന സാധനമാണ്, ആസിഡ് ഗ്രൂപ്പാണോ അങ്ങനെയാണെന്ന്. അതിൽ ഈ എസ്റ്ററും ആൽക്കഹോളും കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എസ്റ്ററിന് ഒരു സ്മെല്ലുണ്ടാവും, അതായത് ഒരു നല്ല സ്മെല്ല്, ഫ്രൂട്ടി സ്മെല്ലുണ്ടാവും. അതുപോലെ മീനിൻ്റെ മണവും എഗ്ഗിൻ്റെ മണമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ചീന മുട്ടയുടെ മണമൊക്കെ ഉള്ളത്. അതല്ല, പക്ഷെ നമുക്ക് ഇത് നല്ല രസമാണ്, നല്ലൊരു ഫ്രൂട്ടി സ്മെല്ലാണ്. പെർഫ്യൂമിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് ഈ പറയുന്ന എസ്റ്ററിനുള്ളത്. അപ്പോൾ ഈ എസ്റ്ററും ഒരു ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് തന്നെയാണ്. ഇനി നമുക്ക് ഇതിലെ ഓരോത്തിനെയും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കാം. അതായത് നമുക്ക് ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, സുഹൃത്തുക്കളെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ടാസ്ക് ഇത്രയേ ഉള്ളൂ, എൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഒന്ന് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ പേര് എഴുതി നോക്കുക. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങളുടെ മണ്ടയിൽ ഇപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതോ വായു പോലെ പോയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് CH3OH, അതാദ്യം ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞാണ്. CH3OH ആരാ? നമ്മുടെ മെത്തനോളാണ്. അടുത്തത് CH3CH2OH, അതാരാണ്? നമ്മുടെ എത്തനോള്. അങ്ങനെയാണെങ്കിൽ CH3CH2CH2OH ആരാ? അതായത് അവിടെ 3 കാർബൺ ഉണ്ട്, അതുകൊണ്ട് തന്നെ അയാൾ പ്രൊപ്പ് പ്ലസ് നമ്മുടെ ആൽക്കഹോളിൻ്റെ സഫിക്സ് ഓയിൽ, പ്രൊപ്പനോൾ, പ്രൊപ്പ് പ്ലസ് ആൽക്കഹോളിൻ്റെ സഫിക്സും കൂടെ കൂട്ടിയിട്ട് പ്രൊപ്പനോൾ ആണ്. പ്രൊപ്പനോളാണ്. അപ്പോൾ
നമ്മൾ ഈ 3 പേര് എഴുതി. അപ്പോൾ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽക്കഹോൾസ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നമ്മൾ നോക്കാൻ പോകുന്ന ആരൊക്കെയാ? മെത്തനോളും അതുപോലെ തന്നെ എത്തനോളും. ഇവരെ 2 പേരെയാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം. കാരണം ഇവർ 2 പേരാണ് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒന്നാമനെ നമുക്ക് നോക്കാം, മെത്തനോള്. അപ്പോൾ മെത്തനോൾ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നമ്മൾ ഫസ്റ്റ് നോക്കണം. ഈ മെത്തനോൾ എന്ന് പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ ഹൈലി പോയിസണസ് ആയ സംഭവമാണ്. നിങ്ങൾ ഈ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ആൽക്കഹോൾ മാത്രം ആലോചിക്കരുത്. അതായത് നമ്മളുടെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, അത് മാത്രം നിങ്ങൾ ആലോചിക്കരുത്. ആൽക്കഹോൾ അത് മാത്രമല്ല, വേറെയും ആൽക്കഹോൾ, അതായത് OH ഗ്രൂപ്പ് കയറുന്ന എല്ലാം തന്നെ ആൽക്കഹോൾസ് ആണ്. ആ ആൽക്കഹോൾസിൽ ആദ്യത്തേതായിട്ട് ഒരു കാരണമുള്ള നമ്മുടെ ഈ മെത്തനോൾ എന്ന് പറയുന്ന വസ്തു ഹൈലി പോയിസണസ് ആയിട്ടൊരു സാധനമാണ്. അതായത് ഇച്ചിരി പെർസെൻറ്റേജ് മനുഷ്യ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ വടിയാകും, അത്രേ ഉള്ളൂ. അപ്പോൾ മെത്തനോൾ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഹൈലി പോയിസണസ് ആണ്. അപ്പോൾ എന്നാൽ ഈ മെത്തനോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പോയിസൺ ആയ സാധനം എന്തിനാ നമ്മൾ പോയിസൺ എന്തിനാ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഹസാർഡസ് കെമിക്കൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് പോയിസൺ ആണല്ലോ. എടാ, അത് നമുക്ക് ഉള്ളിൽ പോയ പോയിസൺ ആണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിന് യൂസസ് ഉണ്ട്. അപ്പോൾ യൂസസ് എന്താണെന്ന് നോക്കാം. ഒന്ന്, നമ്മൾ ഈ വാർണിഷ് പെയിന്റിലൊക്കെ ആൽക്കഹോൾ ഒഴിക്കും. അതായത് ഒരു തിക്കർ പോലെ, ഭയങ്കര പെയിന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഭയങ്കര നിങ്ങളിപ്പം കാണുന്ന പെയിന്റ് പോലെയല്ല കിട്ടുക. അതായത് ഈ പെയിന്റിനൊക്കെ ഒരു ഷൈനിങ് കോട്ടിങ് വരില്ലേ, അത് സത്യം പറഞ്ഞാൽ വരുന്നത് ഈ പറയുന്ന മെത്തനോൾ അതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം പെയിന്റിൽ അതുപോലെ തന്നെ വാർണിഷ് ഓർക്കണം. ഈ വുഡിലൊക്കെ ഒരു ഷൈനിങ് അപ്പിയറൻസ് വരാൻ കൊടുക്കുന്ന ഒരു കോട്ടിംഗ് ആണ് ഈ പറയുന്ന വാർണിഷ് എന്ന് പറയുന്നത്. അപ്പം ഇത് അതുപോലെ തന്നെ ഈ മെത്തനോള് പോയിസണസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താ, ഈ വാർണിഷ് നമ്മൾ എന്തിനാ പെയിന്റ്, ചില ഓയിൽ പെയിന്റിങ്ങിലൊക്കെ വാർണിഷ് അടിച്ചു വയ്ക്കും. അത് ഷൈനിങ്ങും അതിനെ പ്രിസർവ് ചെയ്യാനാണ്. ആക്ച്വലി ഈ പെയിന്റിന്റെയും വാർണിഷിന്റെയും പണി എന്ന് പറഞ്ഞാൽ പ്രിസർവേഷനാണ്. സോ ഞാൻ പറഞ്ഞത് പോയിസണസ് ആണ്. പോയിസണസ് ആയതുകൊണ്ട് തന്നെ നമ്മളോ കഴിച്ചാൽ തട്ടിപ്പോവും. അപ്പൊ പിന്നെ ഇത് ഈ പറയുന്ന മരത്തിലൊക്കെ പൂപ്പല്, അതായത് ഫംഗസ് ആണ് ഈ പറയുന്ന പൂപ്പല്. അപ്പൊ പൂപ്പലിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാർണിഷും അതുപോലെ പെയിന്റ് ഒക്കെ അടിക്കുന്നത് അതിനെ സംരക്ഷിക്കാനാണ്. അപ്പൊ ഈ പറയുന്ന ആൽക്കഹോൾസ്, മെത്തനോൾ ചേർന്ന് കഴിയുമ്പോൾ അത് പോയിസൺ ആയതുകൊണ്ട് തന്നെ ഫംഗസ് ഒന്നും അതിനെ അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഈ പറയുന്ന വാർണിഷും അതുപോലെ പെയിന്റിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് ഈ പറയുന്ന മെത്തനോൾ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചർ ഓഫ് ഫോമിക് ആസിഡ് അല്ലെങ്കിൽ ഫോമാൽഡിഹൈഡ്. നമ്മളുടെ ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCOOH ആണ്. ഒരു കാർബണിന്റെ ഒരു ഇത് വരുന്ന HCOOH ആണ് നമ്മുടെ എൻ്റെ ഒരേപോലെ ഉണ്ട്. HCOOH ആണ് നമ്മുടെ ഫോമിക് ആസിഡ്. അപ്പോൾ ഫോമാൽഡിഹൈഡ് എന്താണ്? സിംപ്ലി CHO ആണ് നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. COH നിങ്ങളുടെ കാർബോക്സിലിക് ഗ്രൂപ്പ്. ഇപ്പോൾ ഒരു Hന്റെ കൂടെ അങ്ങനെ 2 ഫങ്ഷൻ ഗ്രൂപ്പ് ആഡ് ചെയ്ത സംഭവം തീരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഫോമിക് ആസിഡും അതുപോലെ ഫോമാൽഡിഹൈഡൊക്കെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്റ്റൻ്റ് ആണ് ഈ പറയുന്ന മെത്തനോൾ. മെത്തനോളിൽ നിന്നാണ് ഇത് ഫോമിക് ആസിഡും അതുപോലെ ഫോമാൽഡിഹൈഡൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കണം. സോ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇവ റിയാക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. റിയാക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഈ ഫോമാൽഡിഹൈഡ് എന്ന് പറയുന്ന സാധനം ഈ ബയോളജി, അതായത് ബയോളജിയിലേക്കൊക്കെ പോകുമ്പോൾ അത് ഈ പറയുന്ന സ്പെസിമെൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ശരീരം പഠിക്കാൻ വേണ്ടി ഡോക്ടേഴ്സൊക്കെ നമ്മളുടെ ബോഡീനെ പഠിക്കുന്ന ബോഡി പാർട്സ് ഒക്കെ പഠിക്കുന്ന, അവർക്ക് ലാബിനകത്ത് റിയൽ ആയിട്ടുള്ള ബോഡി പാർട്സ് ഉണ്ടാവും. നിങ്ങൾക്ക് സുവോളജി എക്സിബിഷൻസ് ഒക്കെ വരുന്നതുണ്ട് പോലീസിൻ്റെയൊക്കെ. അവിടെ പോയി അല്ലെങ്കിൽ പോലീസിൻ്റെ മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബേബീസിനെയൊക്കെ, അതായത് 5 മാസത്തിലെ കുട്ടി എങ്ങനെയാണ്, 6 മാസത്തിൽ എങ്ങനെയാണെന്നൊക്കെ, അതായത് അമ്മയുടെ ഉദരത്തിൽ എങ്ങനെയാണ് കുഞ്ഞ് കിടക്കണേന്നൊക്കെ അറിയാൻ ആ സമയത്ത് നമ്മളതിനെ ഫീച്ചേഴ്സ് എന്ന് പറയും. ആ സമയത്ത് ആ മരിച്ചുപോയ ആ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വേണ്ടി പ്രിസർവ് ചെയ്ത് വെക്കും. ഈ ശവശരീരങ്ങളൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കും മെഡിക്കൽ ലാബ്സ്. അതിൽ വെച്ചാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഈ പ്രിസർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്പെസിമെൻസ് ഒക്കെ പ്രിസർവ് ചെയ്യുന്ന ഒരു ലിക്വിഡിലാണ്. ആ ലിക്വിഡ് നമ്മൾ ഫോമാൽഡിഹൈഡിൽ നിന്നാണ് എടുക്കുന്നത്. ഫോമാലിൻ എന്ന് പറയും. ആ ലിക്വിഡിലാണ് ഇത് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ആ ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടി ഫോമാൽഡിഹൈഡ് അവിടെ വളരെ യൂസ്. അത് മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളുള്ളൂ. ഇവിടെ ഫോമാൽഡിഹൈഡ് മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു എന്നുള്ളൂ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം തന്നെ പറയണേ, 40% ഓഫ് ഫോമാൽഡിഹൈഡും അതുപോലെ തന്നെ വാട്ടർ ഈ ഫോമാൽഡിഹൈഡിനെ
ഫോമാൽഡിഹൈഡ് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ ആൽഡിഹൈഡിനെ നമ്മൾ വാട്ടർ യൂസ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തെടുക്കും. എന്താണ് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മൾ സ്പെസിമെൻ, ഞാൻ ഈ പറഞ്ഞ പോലെ സ്പെസിമെൻസ് പ്രിസേർവ് ചെയ്യാൻ വേണ്ടി മരിച്ച് ഇങ്ങനെ പ്രിസേർവ് ചെയ്യുന്ന സാധനങ്ങളെയാണ് സ്പെസിമെൻസ് എന്ന് പറയുക. അപ്പോൾ ഈ സ്പെസിമെൻസ് പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. 40% ആയിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഫോമാൽഡിഹൈഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് യൂസസ് ഓഫ് മെത്തനോൾ. അപ്പോൾ ഈ പറയുന്ന എത്തനോളിനെ നമ്മൾ ഇൻഡസ്ട്രിയലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ മൊലാസസിൽ നിന്നാണ്. ഇതെന്താണ് ഈ മൊലാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനം സത്യം പറഞ്ഞാൽ നമ്മുടെ ഷുഗർ കെയിനിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പഞ്ചസാര കരിമ്പിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഷുഗർ കെയിൻ, കരിമ്പ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഷുഗർ കെയിൻ, അത് മതി നമുക്ക്. ഷുഗർ കെയിനിൽ നിന്നാണ് ഷുഗർ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ ഷുഗർ നമുക്ക് നമ്മളുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ഷുഗർ എന്താ പറയുക, ക്രിസ്റ്റൽസ് പോലെ, കളർലെസ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് പോലത്തെ സാധനമാണ് ഷുഗർ ക്രിസ്റ്റൽസ്. ഇത് ഇങ്ങനെ ആക്കി എടുക്കാൻ, ചുമ്മാ കൊണ്ട് നമ്മൾ കരിമ്പ് കടിക്കുമ്പോൾ നല്ല മധുരമുണ്ട്, പക്ഷെ കരിമ്പ് പിടിച്ച് നിർത്തിയിട്ട് കരിമ്പ് എനിക്ക് പഞ്ചസാര താടാന്ന് പറഞ്ഞാൽ കരിമ്പ് തരില്ല. അപ്പോൾ അതിന് കുറേ പ്രോസസ്സിലൂടെയാണ് ആ ഷുഗർ കെയിനെ നമ്മൾ അതിൽ നിന്നും ഷുഗർ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ആ ഷുഗറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ, ക്രിസ്റ്റൽസ് ആക്കി എടുക്കുമ്പോൾ ബാലൻസ് ഒരു വിസ്കസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പുള്ള ഒരു ദ്രാവകം നമുക്ക് കിട്ടും. ഈ ദ്രാവകമാണ് നമ്മുടെ മൊലാസസ് എന്ന് പറയുന്നത്. ആ ദ്രാവകം അവരെവിടെയും കളയില്ല. അത് നമുക്ക് എത്തനോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഇൻഡസ്ട്രിയിലേക്ക് അത് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവർ തന്നെ ഇൻഡസ്ട്രി ചെയ്യുമായിരിക്കും. ഇനി അതിനെയാണ് മൊലാസസ് എന്ന് പറയുന്നത്. ഈ മൊലാസസിൽ നിന്നാണ് നമ്മുടെ എത്തനോള് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മൊലാസസിനെ എങ്ങനെയാണ് എത്തനോളിലേക്ക് എത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്തനോളിലേക്ക് പ്രിപ്പയർ ആക്കാൻ വേണ്ടി മൊലാസസിനെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഈ ഞാൻ പറഞ്ഞു ഇതൊരു വിസ്കസ് ആയിട്ടുള്ള, അതായത് കൊഴുപ്പിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് എന്ത് ചെയ്യണം, ഡൈല്യൂട്ട് ചെയ്യണം. ഭയങ്കര കട്ടി പിടിച്ച് ബലം പിടിച്ചിരിക്കുന്നവനാണ്, അവനെ ഒന്ന് ഈസാക്കണം, എന്നാലേ അവന് വല്ലതുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവന് നമ്മൾ അതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. എന്താണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുക, മീൻസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈസ്റ്റ് ഇടും. എന്താണ് ഈസ്റ്റില്ലേ, സെയിം സാധനം, അപ്പം വിളിക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം, ഈസ്റ്റ് ഇടും. ഈ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഈസ്റ്റാണ് ഈ ഫെർമെൻറ്റേഷൻ കാഴ്ചവെക്കുന്നത്. അതായത് എത്തനോൾ ഉണ്ടാവുന്ന ബേസിക്കലി ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലൂടെയാണ്. ആൻഡ് ഈ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഈസ്റ്റാണ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം എന്താണ്, മൊലാസസ് എടുക്കുക, അതിലേക്ക് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുക, വെള്ളം ആഡ് ചെയ്ത് അതിനെ ഡൈല്യൂട്ട് ചെയ്യും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈസ്റ്റ് ഇടുമ്പോഴാണ് അവിടെ ഫെർമെൻറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മൊലാസസ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഒരു ഷുഗർ സൊല്യൂഷനാണ് അല്ലേ. നമ്മൾ ഷുഗറിൻ്റെ ക്രിസ്റ്റൽസ് കഴിഞ്ഞെടുക്കുന്ന ആ കട്ടിയുള്ള ദ്രാവകമാണ് ഈ മൊലാസസ് എന്ന് പറഞ്ഞത്. ഇറ്റ്സ് ഓൾസോ എ ഷുഗർ സൊല്യൂഷൻ. അതിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ സൊല്യൂഷനായി, ഷുഗർ സൊല്യൂഷനാണ്. അതിലേക്ക് നമ്മൾ ഈസ്റ്റ് ഇടുമ്പോൾ എന്താ അവിടെ നടക്കുന്നത്, ഫെർമെൻറ്റ് ആവാനാണെങ്കിൽ പോലും അവിടെ ബേസിക്കലി നടക്കുന്ന കെമിക്കൽ ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷുഗറിലേക്ക് ഈ ഈസ്റ്റ് ഇടുമ്പോൾ ആ ഷുഗർ ഗ്ലൂക്കോസും അതുപോലെ ഫ്രക്ടോസും ആയി മാറും. ഗ്ലൂക്കോസും ഫ്രക്ടോസും എന്താണെന്ന് ബയോളജിയിൽ നിങ്ങളുടെ സാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇനി പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചോദിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കെമിസ്ട്രിയിലും ബയോളജിയിലും കെമിസ്ട്രി ഉണ്ടെന്നൊക്കെ. കെമിസ്ട്രി പഠിച്ചാൽ മതിയില്ല, കുറേയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഗ്ലൂക്കോസ് അതുപോലെ തന്നെ ഫ്രക്ടോസുമായിട്ട് ഡിവൈഡ് ആകും. അപ്പോൾ ഗ്ലൂക്കോസ് ആണെങ്കിലും ഫ്രക്ടോസ് ആണെങ്കിലും രണ്ടിൻ്റെയും കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C6H12O6 ആണ്. രണ്ടിൻ്റെയും കെമിക്കൽ ഫോർമുല സെയിം ആണ്. അപ്പോൾ ഗ്ലൂക്കോസും ഇതുമായിട്ട് ഫ്രക്ടോസുമായിട്ട് മാറും. ഇനി ഇതല്ലെങ്കിൽ, അതായത് ഈസ്റ്റ് അല്ലെങ്കിൽ, നമ്മൾ വേറെ ചില എൻസൈംസ് യൂസ് ചെയ്തിട്ടും ഷുഗർ സൊല്യൂഷനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. എന്താണ്, സപ്പോസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈസ്റ്റ് ഇല്ലെങ്കിൽ, ഈസ്റ്റ് തന്നെ വേണമെന്നില്ല, എനിക്ക് വേറെ എൻസൈംസുകൾ ആഡ് ചെയ്തുകൊണ്ട്, എൻസൈംസ് എന്ന് പറയുന്നതും റിയാക്ഷനെ ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു വസ്തുവാണ്. അപ്പം വേറെ എൻസൈംസ് ഞാൻ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ പറയുന്ന ഷുഗർ സൊല്യൂഷനെ ഞാൻ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റാറുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണാവോ, അങ്ങനെ ഒരു റിയാക്ഷനാണ്. അതായത് ഒരു എൻസൈമാണ് ഈ പറയുന്ന ഷുഗറിനെ ഇതുപോലെ
ഷുഗറിന് ഇതുപോലെ നമ്മൾ മാറ്റുന്ന ഒരു എൻസൈമാണ് ഇൻവേർട്ടേസ് എന്ന് പറയുന്നത്. എന്താണ് ഇൻവേർട്ടേസ് എന്ന് പറയുന്നത്? ഇതുപോലെ തന്നെ ഷുഗറിനെ, അത് ഡൈല്യൂട്ട് ചെയ്ത് ഈ ഷുഗർ സൊല്യൂഷനെ നമ്മൾ ഗ്ലൂക്കോസും അതുപോലെ ഫ്രക്ടോസും ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു എൻസൈമാണ്. അതായത് ഈസ്റ്റ് ഇല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ അതേ സ്റ്റെപ്പ് തന്നെ ഹെൽപ്പ് തന്നെ ചെയ്യുന്ന, ഈസ്റ്റിൻ്റെ അതേ വർക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് ഇൻവേർട്ടേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേർട്ടേസ് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഷുഗറും സുക്രോസും ഗ്ലൂക്കോസും ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങനെ കൺവേർട്ട് ചെയ്ത ഇവിടെ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇൻവേർട്ടേസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട്, ഞാൻ ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്നതാണ് ആ സ്റ്റെപ്പ്. നിങ്ങൾക്ക് ക്ലിയർ, ഞാൻ ഈ ഫെർമെൻറ്റേഷൻ മായ്ക്കുവാണ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്നതാണ് നിങ്ങളുടെ മറ്റേ എൻസൈമിൻ്റെ സ്റ്റെപ്പ്. തിരിച്ചു പോരുത്. ഇതാണ് നമ്മളുടെ ഈസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഷുഗർ സൊല്യൂഷനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷനാണിത്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ, സംടൈംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്ത് നമ്മളിങ്ങനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും, അല്ലെങ്കിൽ ഈസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. എന്തിനാണ് നമ്മൾ ഇത്രയും പണി വേണ്ടത്? എന്തിനാണ് ഈ ഷുഗർ സൊല്യൂഷൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് ഗ്ലൂക്കോസിന് ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? ഗ്ലൂക്കോസിന് നമുക്ക് ആവശ്യമാണ്. ഇതിനെ ആദ്യം ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ഈ ഗ്ലൂക്കോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, വേറൊരു എൻസൈം ഉണ്ട്, അതിൻ്റെ പേരാണ് സൈമേസ് എന്ന് ആണല്ലോ. ഈ എൻസൈംസ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ ചോദിച്ചാൽ മതി ബയോളജിയിൽ. ഈ പറയുന്ന ഗ്ലൂക്കോസിനെ സൈമേസ് എന്ന് പറയുന്ന എൻസൈം ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് C2H5OH അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. എന്താണ് ഈ C2H5? 2 കാർബൺ നിങ്ങൾക്ക് കാണുന്നില്ലേ? OH ഗ്രൂപ്പും കാണുന്നില്ലേ? അതായത് പുള്ളിക്കാരനാണ് നമ്മുടെ എത്തനോൾ കിട്ടിക്കഴിഞ്ഞു. ഈ പറയുന്ന ഗ്ലൂക്കോസിൽ നിന്നാണ് സൈമേസ് എടുത്തിട്ട്, അതായത് സൈമേസ് എന്ന് പറയുന്ന ഒരു മറ്റൊരു എൻസൈമിൻ്റെ സഹായത്തോടെ നമ്മൾ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കണേ. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കണ എത്തനോളിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 8 to 10% ആയിരിക്കും. എന്തായിരിക്കും? 8 to 10% ആയിരിക്കും ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്തനോളിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ കിട്ടുന്ന ആൽക്കഹോളിന്, അതായത് ഇങ്ങനെ കിട്ടുന്ന എത്തനോൾ എന്ന് പറയുന്നത് 8 to 10% മാത്രമായിരിക്കും അതിൻ്റെ കോൺസെൻട്രേഷൻ. അതായത് അത്രയും ഉണ്ടാവുള്ളൂ അതിനകത്ത് എത്തനോൾ. അതായത് ഭയങ്കര ഡൈല്യൂട്ടഡ് ആണ്, കുറച്ചേ ഉണ്ടാവുള്ളൂ കോൺസെൻട്രേറ്റഡ് ആയിട്ട്. അപ്പോൾ ഈ 8 to 10% ഉള്ള ഈ ഒരു എത്തനോളിനെ ഞാൻ വിളിച്ച പേരാണ് വാഷ് എന്ന്. ഇതാണ് വാഷ്, കണ്ടോ? വാഷ് എന്ന്. ഈ പറയുന്ന 8 to 10%, അതായത് നമുക്ക് ഈ പ്രോസസ്സിലൂടെ ഗ്ലൂക്കോസിനെ സൈമേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുത്ത നമ്മുടെ ഈ എത്തനോളില്ലേ, ആ എത്തനോളിനെ നമ്മൾ വിളിച്ച പേരാണ്, ആ കോൺസെൻട്രേഷനുള്ള എത്തനോളിനെ വിളിച്ച പേരാണ് വാഷ് എന്ന്. അപ്പം ഇതിന് 8 to 10% ഉള്ളൂ. ഇത്രയും ഇത്രയും സ്റ്റെപ്സ് ഞാൻ ചെയ്തത് ഈ 8 to 10% കോൺസെൻട്രേഷനിൽ ഉണ്ടാക്കാനാണോ? നമുക്ക് കിട്ടുവാണെങ്കിൽ, ഒരു വസ്തു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടുവാണെങ്കിൽ ഒന്നെങ്കിൽ 100%, അതായത് ടിപ്പിക്കൽ മലയാളി അമ്മമാരുടെ ഇതുപോലെ തന്നെ നീ എക്സാം എഴുതിയിട്ടുണ്ടോ, നിനക്ക് കിട്ടുവാണെങ്കിൽ ഒന്നെങ്കിൽ ഫുൾ A+, അല്ലെങ്കിൽ 90 above മാർക്സ്, 90% മേലെ എന്ന് പറയണ പോലെ നമുക്ക് കെമിസ്ട്രിയിൽ കിട്ടുവാണെങ്കിൽ, ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് 100 ഒന്നും വേണമെന്നില്ല, നിയർ ടു 100 ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് 80ക്ക് മേലെ ആയിരിക്കണം. എന്നാലാണത് നമുക്ക് ആ മെത്തേഡ് സ്യൂട്ടബിൾ ആവുള്ളൂ. അപ്പോൾ ഈ 8% കൊണ്ട് 10% കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത്രയും കഷ്ടമാണ്. അപ്പോൾ നമ്മളതിൻ്റെ പ്രൊഡക്ഷൻ മാക്സിമം ആക്കാൻ നോക്കും, അതായത് അതിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ നോക്കും. അപ്പോൾ ഇവിടെ 8 to 10% കോൺസെൻട്രേഷൻ ഞാൻ വീണ്ടും കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനെ എന്താണെന്നാണ് പറഞ്ഞത്? വാഷ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് വെച്ചാൽ ഒരുപാട് സെപ്പറേഷൻ മെത്തേഡ്സ് ഉണ്ട് നമുക്ക്. അതിനകത്ത് കോളം ക്രോമറ്റോഗ്രഫി അങ്ങനെ പറഞ്ഞ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, ടൈട്രേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൈട്രേഷൻ ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇനി അതിനകത്തൊരു മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിനെ നമ്മൾ ചൂടാക്കി വേപ്പറൈസ് ചെയ്തിട്ട് ആ വേപ്പറിനെ നമ്മൾ അതായത് സെപ്പറേറ്റ് ചെയ്യാൻ, ഒരു 2 വസ്തുക്കൾ കൂടി ഒരു മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വസ്തുവിനെ എടുത്ത് ആ മിക്സ്ചറിനെ എടുത്ത്
രണ്ടിൽ കൂടുതൽ കോമ്പൗണ്ട് ചേർന്നാണ് ഒരു മിക്സ്ചർ. അതിന് നമ്മൾ ഹീറ്റ് ചെയ്യും. ആ ഹീറ്റ് എന്നിട്ട് അതിലേതേലും ഏറ്റവും കൂടുതൽ കുറവ് ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ആദ്യം വേപ്പറൈസ് ചെയ്ത് പോകും. അത് വേപ്പറൈസ് ചെയ്ത് മേളിലെത്തി കഴിയുമ്പോൾ ആ വേപ്പേഴ്സിനെ നമ്മൾ വേറൊരു പാത്രത്തിൽ നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് അതിനെ കണ്ടൻസ് ചെയ്യും, അതായത് തണുപ്പിക്കും. അപ്പോൾ നമുക്കതിന് രണ്ടല്ലെങ്കിൽ എത്ര മിക്സ്ചേഴ്സ് ഉണ്ടോ അത്രയും മിക്സ്ചേഴ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ്, അതായത് ഒരു പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന ഒരു ഫിൽട്രേഷൻ മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. സോ ഈ നമുക്ക് കിട്ടിയ വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമ്മൾ പ്യുവർ ആയിട്ടുള്ള ഏകദേശം ഒരു 95.6% കോൺസെൻട്രേഷനിൽ വരുന്ന എത്തനോൾ ആക്കി എടുക്കും. അത്രയും കോൺസെൻട്രേഷൻ വരുന്ന എത്തനോൾ ആക്കി എടുക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ ഈ 95.5% കോൺസെൻട്രേഷൻ 95.6% കോൺസെൻട്രേഷൻ വരുന്ന ഈ എത്തനോളിനെ ഞാൻ വിളിച്ച പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അതായത് ഇങ്ങനെ ഡിസ്റ്റിലേഷൻ കഴിഞ്ഞ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന ആ എത്തനോൾ ഹൈലി കോൺസെൻട്രേറ്റഡ്, ഒരു 95.6% കോൺസെൻട്രേഷൻ ഉണ്ട്. അതിനെ വിളിച്ച പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന്. സ്പിരിറ്റ്, എത്തനോള്, അതാണ് സംഭവം. ഇപ്പോഴും ഇനി ഈ സാധനത്തെ പിന്നെയും, അതായത് എനിക്ക് വീണ്ടും ഇൻക്രീസ് ചെയ്യാം ഇതിൻ്റെ കോൺസെൻട്രേഷൻ. 95.6% എന്ന് പറഞ്ഞാൽ പിന്നെയും ഉണ്ടല്ലോ എനിക്ക്. അപ്പോൾ വീണ്ടും ഇൻക്രീസ് ചെയ്ത് 100% ആക്കിക്കഴിഞ്ഞാൽ ആ 100% കോൺസെൻട്രേഷനുള്ള സ്പിരിറ്റ്, അതായത് എത്തനോളിനെ ഞാൻ വിളിച്ച പേരാണ് അബ്സല്യൂട്ട് സ്പിരിറ്റ് എന്ന്. അതായത് ഇത് ഇൻക്രീസ് ചെയ്ത് 100% കോൺസെൻട്രേഷൻ ആവുകയാണെങ്കിൽ ആ എത്തനോളിനെ ഞാൻ വിളിച്ച പേരാണ് അബ്സല്യൂട്ട് സ്പിരിറ്റ് എന്ന്. ഇതാണ് അബ്സല്യൂട്ട് സ്പിരിറ്റ് എന്ന്. ക്ലാസ് കേൾക്കാണ്ട് നിങ്ങൾ ബോർഡ് മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കൂലേ, ഒരു അവിയൽ പോലെയായിരിക്കും. ഇനി അതുകൊണ്ട് ക്ലാസ് കേട്ടോണ്ട് വെക്കണം കേട്ടോ, മ്യൂട്ടാക്കി നോട്ട് എഴുതാൻ നോക്കല്ലേ. എൻ്റെ വോയിസ് അരോചകമാണെങ്കിലും ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ട് എഴുതുക, അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എന്താണെന്നാണ് ഞാൻ നോക്കുന്നത്. കുറേ പച്ചയുണ്ട്, ഓറഞ്ചും ഉണ്ട്, മഞ്ഞയും ഉണ്ട്, അവസാനം നല്ല രസമായിരിക്കും. അപ്പം ഇതിനെ വിളിച്ച പേരാണ് അബ്സല്യൂട്ട് സ്പിരിറ്റ് എന്ന്. ഇനി അടുത്തതാണ് ഈ അബ്സല്യൂട്ട് സ്പിരിറ്റ്. നമ്മൾ ഇത്രയും 100% യൂസ് ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ ബിവറേജ് ആവശ്യങ്ങൾക്കൊന്നും അല്ല. ഇങ്ങനെ 100% കോൺസെൻട്രേഷനിലേക്ക് കിട്ടിയ ഈ സാധനം, അതായത് നമുക്ക് 95.5% എത്തനോൾ മതി, നമുക്ക് അത്രയും ഈൽഡ് മതി. എന്നാലും ഇതിനെ പിന്നെയും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അബ്സല്യൂട്ട് സ്പിരിറ്റ് ആക്കും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു സാധനം കൂടി ഉണ്ട് ഈ എത്തനോളിൽ തന്നെ പറയുന്നവനാണ് പവർ ആൽക്കഹോൾ എന്നുള്ളത്. ഇതാണ് പവർ ആൽക്കഹോൾ. ഈ പവർ ആൽക്കഹോളിനകത്ത് 80% ആയിരിക്കും നിങ്ങളുടെ എത്തനോളിൻ്റെ അംശം. 80% എത്തനോൾ ഉണ്ടാകും. ആൻഡ് ബാക്കി 20% പെട്രോൾ ആയിരിക്കും. 20% പെട്രോളും ആൻഡ് 80% നമ്മുടെ ഈ എത്തനോളും കൂടുന്നതാണ് പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ആൻഡ് ഇത് മോട്ടോർ വെഹിക്കിൾ ഇൻഡസ്ട്രീസിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്, യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഇത് ചിലപ്പോൾ പവർ ആൽക്കഹോൾ എന്താണെന്ന് ചിലപ്പോൾ 2 മാർക്സിനൊക്കെ ചോദിക്കും. അപ്പോൾ പവർ ആൽക്കഹോൾസ് ഒന്നുമല്ല, 80% എത്തനോളും ആൻഡ് 20% നമ്മുടെ പെട്രോളും കൂടെ കൂടുന്ന ഒരു സൊല്യൂഷനാണ് ഈ പറയുന്ന പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മക്കളെ എത്തനോൾ ഫെർമെൻറ്റേഷനിലൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ എടുക്കണ്ടെങ്കിൽ അത്രമാത്രം ആപ്ലിക്കേഷൻ ഈ പറയുന്ന എത്തനോളിനുണ്ട്, യൂസസ് ഉണ്ട്. ഓക്കെ, ഞാൻ യൂസസ് എന്താണെന്നും കൂടെ ഒന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. അതായത് നമ്മൾ പവർ ആൽക്കഹോൾ, മോട്ടോർ വെഹിക്കിൾ ഇൻഡസ്ട്രീസിലൊക്കെ പവർ ആൽക്കഹോൾ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന എത്തനോൾ യൂസ് ചെയ്യും. പിന്നെ ഈ മെഡിസിൻ, പെയിൻറ്റിലൊക്കെ നമ്മൾ ഈ പറയുന്ന എത്തനോൾ മാത്രമല്ല, പെയിൻറ്റിനകത്ത് എത്തനോളും കൂടെ ആവശ്യമാകും. മെഡിസിൻസിലൊക്കെ, അതായത് ഇതൊരു ഡിസിൻഫെക്റ്റൻ്റ് ആണ് ഈ പറയുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന എത്തനോളാണ് ആ ആൽക്കഹോളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മെഡിസിൻസ്, പെയിൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഡിസിൻഫെക്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അത് പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. പ്രിസർവേറ്റീവ് ചേർക്കുക എന്ന് പറയില്ലേ, എത്തനോളാണ് ചേർത്തേക്കണം. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് വേരിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതായത് ഇപ്പം തന്നെ കണ്ടല്ലോ ഓരോ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ, ഞാൻ പറഞ്ഞു നമ്മളുടെ ഈ ഇൻഡസ്ട്രീനകത്ത് പുതിയതായി വേറെ അതായത് ചില ഇൻഡസ്ട്രീസ് മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് സപ്ലൈ ചെയ്യും കെമിക്കൽസ്.
ഇപ്പോൾ ഷുഗർ കെയിൻ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ ഷുഗറിൻ്റെ ഇത് എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ മൊലാസസ് നമ്മൾ എത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന പോലെ തന്നെ ഈ എത്തനോൾ ചിലപ്പോൾ ബൈ പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ വരുന്ന ഈ എത്തനോൾ ഈ പറയുന്ന മറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ ബിവറേജ് ആവശ്യങ്ങൾക്ക് ബിവറേജിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും. ആൻഡ് ഫൈനലി സാനിറ്റൈസറിൽ നിങ്ങൾ കൊറോണ ഒക്കെ വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തൊരു സാധനമാണ്, വെള്ളത്തിനേക്കാളും കൂടുതൽ ചിലവർ യൂസ് ചെയ്തിട്ടുണ്ടാവും, സാനിറ്റൈസർ 2019 അല്ലേ. അപ്പോൾ സാനിറ്റൈസറാണ് അടുത്തൊരു നമ്മൾ ഈ എത്തനോളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, എത്തനോളിന് ഇത്രയും ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആൻഡ് ഇതിനകത്ത് ഇത്രയും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും പലരുടെയും കണ്ണ് പോകുന്നത്, നിങ്ങളുടെ അല്ല എന്നാൽ ചിലവരുടെ കണ്ണുകൾ പോണത് ഈ ഒരു ആപ്ലിക്കേഷനിലേക്കായിരിക്കും, ബിവറേജ് ആയിട്ടും നമ്മുടെ ഈ എത്തനോൾ യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ എന്താ സത്യം പറഞ്ഞാൽ അത് യൂസ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അപ്പോൾ ഇതിനെ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ബിവറേജ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി യൂസ് അല്ല, ശരിക്കും അത് മിസ്യൂസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മിസ്യൂസ് ആകുന്ന, അതായത് ഈ എത്തനോൾ നല്ല ഇതായിട്ട് എത്തനോൾ വരുവാണ്. ആൻഡ് ഈ എത്തനോൾ നമ്മുടെ ശരീരത്തിന് പോയിസണസ് അല്ല, എന്നുവെച്ചാൽ ഓവറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ കിഡ്നിയും കരളും ഒക്കെ പോകും എന്നുള്ളതിന് ഗ്യാരണ്ടിയാണ്. പക്ഷെ ഈ മെത്തനോൾ പോലെ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വടിയാവുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ മിസ്യൂസ് ചെയ്യും. അതായത് ബിവറേജ് ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ മാറ്റി വിൽക്കാനൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ എത്തനോളിനെ ഇവർ അങ്ങനെ ഫ്രീ ആക്കി അങ്ങ് തരാറില്ല. അതായത് എത്ര എത്തനോൾ പ്യുവർ ആണെങ്കിലും ഇതിനകത്ത് വേറെ സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് ഇതിനെ ഇംപ്യുവർ, അതായത് പോയിസണസ് ആക്കി ഈ എത്തനോളിനെ മാറ്റും. അങ്ങനെ മാറ്റുന്നതിനെയാണ് നമ്മൾ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതായത് അതിനെ ഡീനേച്ചർ ചെയ്യുക, വേറെ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുക, അതിൻ്റെ മിസ്യൂസ് തടയുക, അതിനു വേണ്ടി ചെയ്യുന്ന പണിയാണ് ഡീനേച്ചർഡ് സ്പിരിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡീനാച്ചുറേറ്റ് സ്പിരിറ്റ് നമ്മൾ ഇങ്ങനെ എത്തനോൾ നമ്മൾ തടയാൻ വേണ്ടി, അതിനെ മിസ്യൂസ് തടയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ സാധനം ശരിക്കും നമ്മളുടെ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ, അതായത് മെത്തനോൾ കുടിച്ചാൽ വടിയാവും, പക്ഷെ എത്തനോൾ കുടിച്ചാൽ ആകില്ല എന്ന് പറഞ്ഞു. അത് പ്യോർ എത്തനോൾ ആണെങ്കിൽ. പക്ഷെ അതിനെ ഡീനേച്ചേർഡ് ആക്കുമ്പോൾ അത് കുടിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പോവും. അതായത് അതുകൊണ്ടാണല്ലോ അത് എടുക്കണം, അതിൻ്റെ മിസ്യൂസ് തടയാൻ വേണ്ടി. അത് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഡ്രിങ്കിങ്ങിന് നല്ലതല്ല, ചിലപ്പോൾ അത് പോയിസണസ് ആണ്. അപ്പം അങ്ങനെ ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, ഒന്നെങ്കിൽ മെത്തനോളാണ് യൂസ് ചെയ്യുന്നത്. ഡീനേച്ചർഡ് സ്പിരിറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ മെത്തനോൾ ആയിരിക്കും. മെത്തനോളാണ് എത്തനോളിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിരിഡിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, മുമ്പോട്ട് കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ കുറേ കേൾക്കാൻ പറ്റും. മെഡിസിൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ പിരിഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ പിരിഡിൻ എന്ന് പറയുന്ന മറ്റൊരു സംഭവം ഇതിലേക്ക് ഒരു കോമ്പൗണ്ടും ഈ പറയുന്ന ഡീനേച്ചർ ചെയ്യാൻ വേണ്ടി, എത്തനോളിനെ ഡീനേച്ചേർഡ് സ്പിരിറ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഈ പറയുന്ന റബ്ബർ ഡിസ്റ്റിലേറ്റ് എന്ന് പറയുന്ന മറ്റൊരു കോമ്പൗണ്ട് ഉണ്ട്. ഇവർ 3 പേരുമാണ് ജനറലി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് നമ്മുടെ മെത്തനോൾ ഉണ്ടല്ലോ, മെത്തനോളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കോമൺലി ഡീനേച്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തനോളാണ്. ഞാൻ പറഞ്ഞു മൈൽഡ് പോയിസൺ ആണ്, അതുകൊണ്ട് കുടിക്കാൻ നിൽക്കുകയൊന്നും വേണ്ട. അപ്പോൾ മെത്തനോളാണ് ഏറ്റവും കൂടുതൽ ഡീനേച്ചേർഡ് ആയിട്ട് സ്പിരിറ്റ് ആക്കാൻ, അതായത് എത്തനോളിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്, പ്യുവർ എത്തനോളിനെ ഡീനേച്ചേർഡ് ആക്കാൻ വേണ്ടി കോമൺലി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മെത്തനോൾ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കോമൺ ആയിട്ട് ഇവയിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആരാന്ന് പറഞ്ഞാൽ മെത്തനോളാണ്. അപ്പോൾ കോമൺ ആയിട്ട് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഡീനേച്ചർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ മെത്തനോളാണ്. അപ്പോൾ ഈ മെത്തനോൾ എന്ന് പറയുന്ന മെത്തനോൾ ഇങ്ങനെ ഡീനേച്ചേർഡ് ആക്കിയ മെത്തനോളാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മെത്തനോളും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ആ വസ്തുവിനെ നമ്മൾ വിളിച്ച പേരാണ് മെത്തലേറ്റഡ് സ്പിരിറ്റ്. എന്താണ് മെത്തലേറ്റഡ് സ്പിരിറ്റ് എന്ന്. 1 വേർഡ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. മെത്തനോളാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് മെത്തലേറ്റഡ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്യൂരിഫൈഡ് ആയിട്ടുള്ള നല്ല എത്തനോളിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നിട്ടുള്ള, അതായത് റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അതിൻ്റെ മിസ്യൂസ് തടയാൻ വേണ്ടി ഡീനേച്ചേർഡ് സ്പിരിറ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മെത്തനോൾ എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെ മെത്തനോൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പേരാണ് മെത്തലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുവാണ് എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത്.
അതായത് ഈ എത്തീൻ്റെ കൂടെ OH ഗ്രൂപ്പ് കയറുന്നതാണ് നമ്മുടെ എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റൻസ്. അതായത് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കെമിക്കലാണ് എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത്. അതായത് എത്തനോയിക് ആസിഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന ഇത് ഏതാണ്, CH3OH എന്ന് പറഞ്ഞാൽ മെത്തനോളാണ്. മെത്തനോളിലേക്ക് നമ്മൾ കാർബൺ മോണോക്സൈഡ് ആയിട്ട് അത് റിയാക്ട് ചെയ്യുമ്പോൾ, എന്തിൻ്റെ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്തനോയിക് ആസിഡ് കിട്ടും. ആൻഡ് ഈ കിട്ടിയ എത്തനോയിക് ആസിഡ് നമ്മൾക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ അസിറ്റോബാക്ടീരിയ വഴി ഈ പറയുന്ന ഈ കിട്ടിയ എത്തനോയിക് ആസിഡിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ, അസിറ്റോബാക്ടീരിയയുടെ സഹായത്താൽ നമ്മൾ മാറ്റുമ്പോൾ അത് കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു വസ്തുവാണ് വിനീഗർ എന്ന് പറയുന്നത്. വിനീഗർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വീക്ക് ആസിഡാണ്. ഈ എത്തനോയിക് ആസിഡിൻ്റെ ഫോർമുലയാണ് CH3OH. ആൻഡ് ഇതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് എന്നാണ്. അതായത് നമ്മൾ കാണുന്ന നമ്മുടെ വിനീഗറില്ലേ, അച്ചാറൊക്കെ ഇടുമ്പോൾ യൂസ് ചെയ്യുന്ന വിനാഗിരി, അതായത് വിനീഗർ, നമ്മുടെ ആ വിനാഗിരിനെയാണ് വിനീഗർ എന്ന് വിളിച്ചത്. അപ്പോൾ അത് ഈ പറയുന്ന എത്തനോയിക് ആസിഡിനെ അസിറ്റോബാക്ടീരിയ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് വെച്ച്, സാധനം വെച്ച് നമ്മൾ അസിറ്റോബാക്ടീരിയ വഴി ട്രീറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഈ പറയുന്ന വിനീഗർ എന്ന് പറയുന്ന, വിനാഗിരി എന്ന് പറയുന്ന സംഭവം. ഈ എത്തനോയിക് ആസിഡിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്ലിയർ അല്ലേ? ഇനി എത്തനോയിക് ആസിഡിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനുഫാക്ചർ ഓഫ് വിനീഗറിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയാണ് ഈ പറയുന്ന എത്തനോയിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് അസറ്റിക് അൺഹൈഡ്രൈഡും അസറ്റേറ്റ് എസ്റ്റർ, സിന്തറ്റിക് ഫൈബേഴ്സ്, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും എത്തനോയിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ പോളിമേഴ്സും റെസിൻസും അതിൻ്റെ സോൾവെൻ്റ് ആയിട്ട് നമ്മൾ, റെസിൻസ് എന്ന് പറയുന്ന സാധനം, കുറേ റെസിൻ ആർട്സ് ഒക്കെ കാണും അല്ലേ, നിങ്ങളൊക്കെ റീൽസൊക്കെ കാണാത്ത പിള്ളേരല്ലാന്ന് എനിക്കറിയാം. അപ്പം അതിൽ റെസിൻ ആർട്ടൊക്കെ കാണും. അപ്പം റെസിൻ ആർട്ടിലൊക്കെ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന എത്തനോയിക് ആസിഡാണ്. അതുപോലെ തന്നെ ഡിസിൻഫെക്റ്റ് ആണ് ഈ പറയുന്ന എത്തനോയിക് ആസിഡ്, അതായത് അസിറ്റിക് ആസിഡ് സ്ലൈറ്റ്ലി ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ഡിസിൻഫെക്റ്റൻ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആ ഡിസിൻഫെക്റ്റേഴ്സിൻ്റെ മാനുഫാക്ചറിലും ഇത് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെഡിസിൻസിനകത്ത് നമ്മളിത് യൂസ് ചെയ്യും. ഇനി ഫൈനലി നമ്മൾ കാണാൻ പോകുന്ന ആളാണ് എസ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞു എസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സസ്പെൻസ് ആക്കി ഇരിക്കട്ടെ എന്നല്ലേ സെഷൻ സ്റ്റാർട്ടിൽ. അപ്പോൾ വേറെ ഒന്നുമല്ല, എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബോക്സിലിക് ആസിഡിനെ ഒരു ആൽക്കഹോൾ കൂടി റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന എസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു CH3COH, അതായത് അസിറ്റിക് ആസിഡ് എടുത്തിട്ടുണ്ട്, അതായത് എത്തനോയിക് ആസിഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ എത്തനോളും എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് എനിക്ക് എത്തനോയിക് ആസിഡും എത്തനോളും കൂടെ ആഡ് ചെയ്ത് എന്തിൻ്റെ പ്രസൻസിൽ കോൺസെൻട്രേറ്റഡ് H2SO4 അതിലേക്ക് കോൺസെൻട്രേറ്റഡ് H2SO4, അതായത് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഞാൻ ഈ പറയുന്ന എത്തനോളും അതുപോലെ എത്തനോയിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ സാധനമാണ് ഈ പറയുന്ന എസ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ CH3COO, CH2CH3 എന്ന് പറയുന്നത് എൻ്റെ എസ്റ്റർ ആണ്. എന്താണ്? എൻ്റെ എസ്റ്റർ ആണ്. ആൻഡ് ഫൈനലി ഇത് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കാർബോക്സിലിക് ആസിഡും ഒരു ആൽക്കഹോളും കൂടി ട്രീറ്റ് ആകുമ്പോൾ, കാർബോക്സിലിക് ആസിഡും അതുപോലെ ഒരു ആൽക്കഹോളും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റഡ് H2SO4ൻ്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ഷൻ നടക്കാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ തമ്മിൽ കൂടി ചേരുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു H നിങ്ങൾ കാണുന്നുണ്ടോ, ഇവിടെ ഒരു OH കാണുന്നുണ്ടോ? എടാ ഈ H ഇവിടെ എത്ര H കാണുന്നുണ്ട്? 2 H. ഇവിടെ എത്ര O കാണുന്നുണ്ട്? O. എന്താണ് ഈ സാധനം? ഈ H2O. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഒരു കെമിസ്ട്രിക്കാരൻ പറയണം 2 Hഉം ഒരു Oയും കൂടെ ചേർന്ന് മോളിക്കുലർ ഫോർമുല H2O എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെള്ളമാണ്, വാട്ടറാണ്. അപ്പോൾ ഇവർ തമ്മിൽ നടക്കുമ്പോൾ ഇവിടെ വാട്ടർ എലിമിനേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. എന്താണ്? വാട്ടർ എലിമിനേറ്റ് ആകും. അങ്ങനെ വാട്ടർ എലിമിനേറ്റ് ആയിട്ട് ബാലൻസ് ഉള്ള ആൾക്കാരെ എഴുതുക. ആരൊക്കെയാ? CH3COO, CH3COO, അടുത്തതിൽ CH2CH3. ഇതാണ് നമ്മുടെ ഈ CO ഗ്രൂപ്പ് വരുന്നതാണ് എസ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ എലിമിനേറ്റ് ആയ പോയ വാട്ടർ ഇവിടെയും കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എസ്റ്ററിനെ പ്രിപ്പയർ ചെയ്യുന്നത്.
ഇനി നമുക്ക് മെഡിസിൻസിലേക്ക്. അപ്പം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കോമ്പൗണ്ട്സ് കണ്ടു, ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, കെമിക്കൽസ് കണ്ടു. ഇനി നമുക്ക് മെഡിസിൻസ്, അതായത് നമ്മളുടെ മെഡിസിൻ എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ഒരു അസുഖം എന്തായാലും വരും ഒരാൾക്ക്. അപ്പം സത്യം പറഞ്ഞാൽ കെമിസ്ട്രിക്ക് കുറേ ആപ്ലിക്കേഷൻസ്, അതായത് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് കെമിക്കൽസ് ആണ്, കെമിക്കൽസും കൊണ്ടുള്ള കളിയാണ് ഈ പറയുന്നത് കെമിസ്ട്രി. അപ്പം ഈ പറയുന്ന കെമിക്കൽസിന് പല ഇൻഡസ്ട്രീസിലും ആപ്ലിക്കേഷൻ വരുമെങ്കിലും ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് മെഡിസിൻ ഭാഗത്താണ്, അതായത് ഡ്രഗ്സിലാണ്. ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് ടൈപ്പായിട്ടുള്ള നമ്മുടെ ഗുളികകൾ, സിറപ്പ് എല്ലാം തന്നെ ഈ പറയുന്ന ഡ്രഗ്സ് കാറ്റഗറിയിൽ പെടും. അപ്പോൾ ഇതിനകത്താണ്, അതായത് മെഡിസിനിനകത്താണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പിക്ചറാണ് ഈ കാണിക്കുന്നത്. ഇവനെ അറിയൂ നിങ്ങൾക്ക്? പാരസിറ്റമോൾ. അതായത് നമുക്ക് പനിയൊക്കെ വരുമ്പോൾ, നല്ല പനി, ചുട്ടുകൊള്ളുന്ന പനിയൊക്കെ വരുമ്പോൾ, ചുട്ടുകൊള്ളുന്ന പനി വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. പക്ഷേ ഒരു പനി വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പോയിട്ട് വാങ്ങുന്ന ഒരു സാധനമാണ് പാരസിറ്റമോൾ, അല്ലെങ്കിൽ ഡോളോ. അപ്പോൾ പാരസിറ്റമോളിൻ്റെ കെമിക്കൽ സ്ട്രക്ചറാണ് ഈ കാണിക്കുന്നത്. അതുപോലെ മറ്റൊരു വ്യക്തിയാണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. പുള്ളിയുടെ കെമിക്കൽ സ്ട്രക്ചറാണ് കാണിക്കുന്നത്. ഇത് സത്യം പറഞ്ഞ ഒരു നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദി ബോക്സ്, നിങ്ങൾക്കൊന്ന് കുറച്ചുകൂടെ ഒരു നോളജിന് വേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് കൊണ്ട് ഞാനിവിടെ വരച്ചു എന്നുള്ളൂ. ഇത് വലുതായിട്ട് അങ്ങനെ വരച്ചൊന്നും കാണിക്കാൻ നിങ്ങളോട് ചോദിക്കില്ല, ഇതുവരെ കണ്ടിട്ടില്ല, കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഇതാണ് ആ 2 ഐറ്റംസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വൃത്തിക്കകത്ത് ഒരു യെല്ലോ ബോക്സിൽ ലാസ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പേജ്, ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പേജിൽ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതാണ്. അതായത് മെഡിസിൻസ് എന്ന് പറയുന്നത് കുറേ മെഡിസിൻസിന് ഒരൊറ്റ, അതായത് പനിക്ക് വേണ്ടി മാത്രമല്ല ഒരാൾ ഗുളിക കഴിക്കുന്നത്, പല കാര്യങ്ങൾക്കും കഴിക്കും. അതായത് പെയിൻ റെഡ്യൂസ് ആകാൻ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ, പനി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നല്ല പനി എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ, നമ്മുടെ ബോഡി ഒരു പനി ഉണ്ടോയെന്ന് നമ്മൾ വീട്ടമ്മമാരൊക്കെ നോക്കുന്ന എങ്ങനെയാണ്, അമ്മമാരൊക്കെ അതായത് ഹോസ്പിറ്റൽസിലാണെങ്കിൽ തെർമോമീറ്റർ യൂസ് ചെയ്യും. അപ്പോൾ ഈ തെർമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അളക്കുന്ന ഒരു ഡിവൈസാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കൂലേ, പനിയുണ്ടോ, ചൂടുണ്ടോയെന്ന്, അതായത് ചൂടുണ്ടോയെന്ന്. ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ ചൂട് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ ചൂട് കൂടി. അപ്പോൾ ഈ പറയുന്ന മെഡിസിൻസ് നമ്മൾ കഴിച്ചുകൊണ്ട്, അതായത് പാരസിറ്റമോൾ തുടങ്ങിയ സാധനം കഴിച്ചുകൊണ്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഡ്യൂസ് ആവുകയാണ് അവിടെ നടക്കുന്നത്. അതാണ് നിങ്ങൾ പനി മാറി എന്ന് പറയുന്നത് അവിടെ ആക്ച്വലി. അപ്പോൾ ഓരോ മെഡിസിൻസും ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, അതായത് അതിൻ്റെ ഫങ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഓരോ കാറ്റഗറൈസ് ആക്കിയിട്ടുണ്ട്. അതിന് ഓരോ എക്സാമ്പിൾസും ഉണ്ട്. ആദ്യം തന്നെ അനാൽജസിക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതാണ് നമ്മുടെ പെയിൻ കില്ലേഴ്സിൻ്റെ കാറ്റഗറി. അപ്പോൾ പെയിൻ കില്ലേഴ്സ് അതായത് ബോഡിയിൽ പെയിൻ വരും. പെൺകുട്ടികൾക്കാണെങ്കിൽ കുറേ പേർക്ക് ഇപ്പം തന്നെ മാസം ഒരു പെയിനൊക്കെ വരുന്നുണ്ടാവും അല്ലേ, പല പെയിൻ ഉണ്ടാവും. പിന്നെ വീട്ടമ്മമാർക്കാണെങ്കിൽ നടുവേന, പണിയൊക്കെ ചെയ്യുമ്പോൾ, അത് വീട്ടമ്മമാരെന്ന് വെച്ചാൽ എല്ലാ അമ്മമാർക്കും ഒരുപാട് അടുക്കളപ്പണി ചെയ്യുമ്പോൾ വരും. അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന, ഒരു ലോങ് ഡിസ്റ്റൻസ് റൈഡ് ചെയ്ത് സ്കൂട്ടർ യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ബാക്ക് പെയിൻ വരും. അല്ലെങ്കിൽ IT ഫേംസിൽ കണ്ടിന്യൂസ് ഇങ്ങനെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് ബാക്ക് പെയിൻ യൂസ് ചെയ്യും. നിങ്ങളുടെ പ്രായമായൊരു വീട്ടിലുണ്ടെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പല പല വേദനകളുണ്ടാവും. അപ്പോൾ ഈ വേദനകൾ അസഹനീയമാകുമ്പോൾ ഈവൻ ഡോക്ടേഴ്സ് വരെ, അതായത് ഈ സർജറീസ് ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ സ്റ്റിച്ചൊക്കെ ഫ്രഷ് ആണെങ്കിൽ അവർക്ക് നല്ല വേദനയായിരിക്കും. അപ്പോൾ അത് സ്വയം ബോഡി ഹീലാവുക എന്നല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ ആ വേദന കുറയ്ക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന സംഭവമാണ് പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്നത്. സോ അനാൽജസിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പെയിൻ റിലീവ് ചെയ്യുക എന്നുള്ളതാണ്, ആ പെയിൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഈ ആസ്പിരിൻ. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഫിഗർ ഉണ്ടല്ലോ, അതൊരു പെയിൻ കില്ലറാണ്. അതിനൊരു എക്സാമ്പിളാണ് ഈ പറയുന്ന ആസ്പിരിൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആളാണ് നമുക്ക് വളരെ സുപരിചിതമായ സാധനം, ആൻറ്റിപൈററ്റിക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന പാരസിറ്റമോൾ. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ബോഡി ടെമ്പറേച്ചർ റെഡ്യൂസ് ആക്കും. മൂന്നാമത്തെ ആളാണ് ആൻറ്റിസെപ്റ്റിക്സ്. ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു മുറിവുണ്ടായി, അപ്പോൾ പറയും തുരുമ്പുണ്ടോ എന്ന് ചോദിക്കും. അതായത് ഒരു ആണി കാലിൽ തറച്ചു കയറി, തുരുമ്പിച്ച ആണിയാണോ എന്ന് ചോദിക്കും. എന്തുകൊണ്ട്? അപ്പം നമ്മൾ പറയും സെപ്റ്റിക് ആകും, മെഡിസിൻ അപ്ലൈ ചെയ്യുക, സെപ്റ്റിക് ആകും. അപ്പോൾ സെപ്റ്റിക് എന്ന് പറഞ്ഞാൽ പഴുക്കും എന്നാണ് അർത്ഥം.
പഴുക്കുക എന്ന് മലയാളത്തിൽ പറയും. ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ പഴുക്കൽ തടയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ആൻറ്റിസെപ്റ്റിക്സ്. ഇപ്പം സെപ്റ്റിക് ആകുന്ന, അതായത് മൈക്രോ ഓർഗാനിസംസ് വന്ന് അവിടെ അവിടെ വരുന്ന മൈക്രോ ഓർഗാനിസം കയറുമ്പോഴാണ് നമ്മളുടെ ബോഡി ആ മുറിവ് സെപ്റ്റിക് ആവുന്നത്, അഥവാ പഴുക്കുന്നത്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസത്തിനെ കൺട്രോൾ ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ആൻറ്റിസെപ്റ്റിക്സിൻ്റെ ജോലി. അതായത് അതുകൊണ്ടാണ് വൂണ്ടൊക്കെ വരുമ്പോൾ ഡെറ്റോളൊക്കെ യൂസ് ചെയ്ത് ഫസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളതിനെ പഞ്ഞി ഒക്കെ വെച്ചൊന്ന് ഗോസൊക്കെ ഇട്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇതിൻ്റെ എക്സാമ്പിൾ ഡെറ്റോളാണ്. ആൻഡ് ഇതിൻ്റെ ഈ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിനെ കൺട്രോൾ ചെയ്യുക, അവിടെ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്താണ് ആൻറ്റിബയോട്ടിക്സ്. എപ്പോൾ പനി ചുമയായിട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആൻറ്റിബയോട്ടിക് എങ്കിലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും. എന്താണ് ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, അതായത് കഫം കുറേ ഇരിക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് നല്ല കോൾഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം കണ്ടീഷൻ ന്യൂമോണിയയിലേക്കൊക്കെ പോകും. അതില്ലാണ്ടാക്കാൻ വേണ്ടി ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യും. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും നമ്മളുടെ പ്രിവെൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യും. ഒരു മൈക്രോ ഓർഗാനിസം കയറിയിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ അതിങ്ങനെ വിത്തിൻ മിനിറ്റ്സ് ആണ് അതിങ്ങനെ സ്പ്രെഡായി വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബോഡി ഇൻഫെക്ഷൻ ആവുന്നത്. അതായത് ഒരു വൂണ്ട് ഉണ്ടെങ്കിലും ഈ മൈക്രോ ഓർഗാനിസംസ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിങ്ങനെ വിത്തിൻ സെക്കൻഡ്സ് സ്പ്ലിറ്റായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അതിങ്ങനെ വൂണ്ട് അവിടെ നിന്ന് പഴുക്കാൻ തുടങ്ങും, സ്വെല്ലിംഗ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ചെയ്യുന്നത്. പെനിസിലിനാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇതൊക്കെയാണ് മെഡിസിൻസ്. അതിൻ്റെ ഏത് കാറ്റഗറിയിലാണ് ഫങ്ഷൻ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിളാണ്. ഇതൊന്നും കാണാപ്പാടം പഠിക്കണേ. കഷ്ടകാലത്തിന് ഇതിന് കോഡൊന്നുമില്ല, കുറച്ച് ബുദ്ധിമുട്ടി ഒരു 5 പ്രാവശ്യമൊക്കെ ഒന്ന് എഴുതി പഠിക്കുന്നേ, ഒന്ന് പഠിച്ചാൽ മതി. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ മാത്ത് ഫോളോയിങ് ഒക്കെ ആയിട്ട് വരും, ഫില്ല് ചെയ്യാൻ പറഞ്ഞ് വരും, പെയർ കറക്റ്റായിട്ട് നോക്കാൻ പറയും. അപ്പോൾ ഇതൊന്ന് നോക്കണം. ഇപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ഇതൊന്ന് മഗപ്പ് ചെയ്യുന്ന വെച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറച്ച് കെമിക്കൽ റിയാക്ഷനാണ്. കെമിക്കൽ റിയാക്ഷൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഒരു 2-3 വട്ടം എഴുതി നോക്കണം. അല്ലാതെ വേറൊരു ബുദ്ധിമുട്ടും ഈ ചാപ്റ്ററില്ല. നമ്മൾക്ക് പല ടൈപ്പ് ഓർഗാനിക് കെമിക്കൽസ് കണ്ടു, അതിൻ്റെ ഇമ്പോർട്ടൻസ് കണ്ടു, അതിൻ്റെ യൂസസ് കണ്ടു, അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടു. അതുപോലെ തന്നെ നമ്മളതിൻ്റെ പല ടൈപ്പുള്ള കെമിക്കൽ റിയാക്ഷൻസ് കണ്ടു ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതായത് നമ്മുടെ തേർമൽ ക്രാക്കിംഗ്, കമ്പഷൻ, അതുപോലെ പോളിമറൈസേഷൻ, അഡീഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ എല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയൊക്കെ ഉള്ളൂ പഠിക്കാൻ. ഞാൻ വളരെ എല്ലാ പ്രാവശ്യം പറഞ്ഞാൽ അത്ര സിമ്പിൾ ചാപ്റ്റർ അല്ല, കുറച്ച് മനസ്സിരുത്തണം. സോ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് കുറച്ച് ഒപ്പം എഴുതി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഇതങ്ങനെ ബ്രെയിനിലിരിക്കും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു മക്കളെ.